ഹായ് ഓൾ, വെൽത്തിഫൈൻ്റെ ഫോറക്സ് വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗോൾഡ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഗോൾഡ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞൊരു സോൺ ആയിരുന്നു ഈ റീജിയൻ. ഈ റീജിയൻ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് അവിടെ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ടേക്ക് ഒരു മൂവ്മെന്റ് തന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു സോൺ ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ്ങിന്റെ ഒപ്റ്റിമൽ ട്രേഡ് ലെവലാണ്. അപ്പൊ അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സോൺ നല്ലൊരു ബൈയിങ് സോൺ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ബൈ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം ഓൾറെഡി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റ് നെക്സ്റ്റ് വീക്കിൽ ഈ വരുന്ന തിങ്കളാഴ്ചയിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോ നല്ലൊരു കൺസിഡർ ചെയ്യാവുന്ന ഒരു സോണാണ്. ഇനി നമുക്ക് യൂറോ USD നോക്കാം. സോ യൂറോയില് ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷ് ആണ്. നമ്മുടെ ഇതൊരു ഡിമാൻഡ് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ പിന്നെയും മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇനി മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി ഈ ഒരു സോണിൽ നിന്ന് പിന്നെയും ഒരു നല്ലൊരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി GBP JPY നമുക്ക് നോക്കാം. സോ GBP JPY നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം ഈ ഒരു സോണിൽ നിന്നുള്ള ഒരു മുകളിലോട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ടേക്ക് തന്നു. ഇനിയിപ്പോ ഇതൊരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ലെവല്. ആ ഒരു ലെവല് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താലായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് സംഭവിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി. അപ്പൊ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അനാലിസിസ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് വരും.